चल मन कर ले ध्यान, चल मन कर ले ध्यान, कर ध्यान। काया तो है माया, बस तू ये जान ले। मन भाव रे, भाव रे। मेले तन को तू धोले बहती गंगा में, मन पावन बने विश्वेश्वर चरणों में। माया मोह से तेरा सारा लोक है, जो भी तेरा है लेके जाना है नहीं। माया मोह से फेरा सारा लोक है, जो भी तेरा है लेके जाना है नहीं। ओम ओम अद्य अद्य गोत्रस गोत्रस एकमम एकमम पिंडम पिंडम शिव गया सूर्य काशी काशी क्षेत्रम क्षेत्रम उत्तर उत्तर वाहिनी वाहिनी उधाय विधाय नमः। नमः। अभी ये वस्त्र है उनके लिए, जैसे हम आप वस्त्र पहनते कपड़ा पहनते हैं, ये वस्त्र इनके लिए है। पिंड रूपम पिंड रूपम विष्णु स्वरूपम सावित्री स्वरूपम सावित्री स्वरूपम काशी क्षेत्रम काशी क्षेत्रम वस्त्रदानम वस्त्रदानम ओम पिंडम समर्पयामि। किसके लिए पिंड करना? गोपाल है। ओम तिलकम जो विष्णु नमोदम भोग नाम विष्णु स्वरूपम प्रयामे हैं। इनका रिश्ता क्या है आपको?
ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഇത് കൊണ്ടുപോയി പുഴയിൽ മുങ്ങുക 3 പ്രാവശ്യം. മുങ്ങിയിട്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കി അച്ഛൻ്റെ ആത്മാവിനെ കർമ്മം ചെയ്യാൻ തയ്യാറായി വരിക. മുങ്ങണോ തിരുവേനി? നല്ല ആഴുണ്ടല്ലോ. എന്താ പറയണത്? മുങ്ങിയിട്ട് വരിക. അച്ഛൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയല്ലേ. മുങ്ങണം മോനേട്ടാ, അച്ഛന്റെ കാര്യല്ലേ. മുങ്ങാൻ ഇവനേക്കാൾ കേമൻ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. പണ്ട് അവറാച്ചൊരു പണി കൊടുത്തിട്ട് പോയതല്ലേ. ഏത് മറ്റേ വട്ടിയവരാണ്? അതേന്നേ, അവറാച്ചൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടാണ് ഇവൻ ഗൾഫിൽ പോയത്. ആ പാവം കാരണവർ സ്ഥലം വിറ്റിട്ടാ ആ കടം വിട്ടിയത്. എടാ തോർത്തൊന്നു തരുമോ? ഹായ്, കിണ്ടി എവിടെ? അയ്യോ, കിണ്ടി അവിടെ നോക്ക്. അച്ഛാ, നൂറ്റമ്പത്തിമൂന്ന്, 154, 155, 156, 157, 158, 159, 160. എത്രയാടാ? 160. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കാനിരിക്കായിരുന്നു. അല്ല, നിങ്ങളോണ്ട് തട്ടിപ്പോയെങ്കിൽ ടൂർണമെന്റ് തോറ്റിരാകുമ്പോൾ നമ്മളെ ആര് മോട്ടിവേറ്റ് ചെയ്യ ടീം ചേട്ടാ? എന്തൊരു സ്നേഹം. എന്നാ ഇതെടുത്തോ. എനിക്ക് വേണ്ടപ്പാ. എന്നറാ വേണ്ടാന്ന്. എന്താ വെച്ചത് വേണമെങ്കിൽ നീ എടുത്തോ. എനിക്കൊന്നും വേണ്ട. എടാ ശാന്തി ഇട്ടി കൊടുക്കടാ. എനിക്കൊന്നും വേണ്ട, ചേട്ടൻ തന്നെ വെച്ചോ. വെറുതെ ഇട്ടിട്ടും വേണ്ടെന്ന് പറഞ്ഞ നീയല്ല, മലയാളികൾക്ക് അപമാനാടാ. എണിച്ചു പോ. ഉമേഷ് ചേട്ടാ, രാത്രി ക്ലബിൽ വരൂലേ? എടാ, ഉമേഷ് ചേട്ടൻ ചോദിച്ചിട്ടുണ്ടാവോ? ഏയ്, ഓറെന്തപ്പോ എന്നാലും മിണ്ടാതോയത്? ആ ചെവിക്കകത്ത് വെള്ളം പോയോണ്ടായിരിക്കും. എന്നാലും ഇത്ര സമയം ഓറ് മുങ്ങിയിരിക്കണമെങ്കിൽ ഓരൊരു സംഭവം തന്നെ കേട്ടോ. ഉമേഷ് ചേട്ടൻ വണ്ടി വെള്ളത്തിൽ പോയതാ. ചത്തു പോണ്ടായിരുന്നു. അന്ന് ആരോ രക്ഷിച്ചോണ്ടാ. അതിനുശേഷം ഉമേഷ് ചേട്ടൻ്റെ സൂപ്പർ പവർ. എന്താ രാവിലെ എന്നെ കിടന്ന് അലർന്നത്? മനുഷ്യന്റെ പാതി ജീവൻ പോയല്ല. ഞാൻ ഒരു സ്വപ്നം കണ്ടതാമേ. എന്റെ കൂടെ കട്ടിലാരോ കിടക്കുന്ന പോലെ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടാ. ആ ചിന്തയങ്ങ് മനസ്സിൽ വെച്ചാ മതി. അയ്യേ, അതല്ല അമ്മേ. പോടാ എഴുന്നേറ്റ്.
എടാ നീ കിടന്ന് ബഹളം വെക്കലടാ, ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്തിനാ കളിക്കുന്നത്? ഓ ഗോപാലകൃഷ്ണൻ നായര് അല്ല, എന്നാലും ഇത്രയും നാൾ ഈ മോക്ഷം കിട്ടാതെ നിങ്ങൾ എവിടെയായിരുന്നു പറഞ്ഞേ? അതൊന്നും എനിക്ക് അറിഞ്ഞോടാ. ഞാൻ നോക്കുമ്പോ ഭയങ്കര ഇരുട്ടായിരുന്നു, കുറ്റിരുട്ട്. ഒരു വെളിച്ചം നോക്കി ഞാൻ ഇങ്ങനെ നടന്ന് വന്നപ്പോ എടുത്തി. ഈ പറഞ്ഞ എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടാ. പോടാ. എടാ നിന്നെ വിശ്വസിപ്പിക്കാനല്ലേ ഞാൻ ഈ വള്ളി മള്ളിയിട്ട് വന്നത്. അതെന്തിന്? അത് പിന്നെ അങ്ങനല്ലേ, ഈ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ? അല്ല, ആത്മാക്കൾക്ക് അങ്ങനെ വല്ല നിർബന്ധങ്ങളൊന്നുമില്ല. എന്താ ഒരണ എടാ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പണ്ട് ഗോവയിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 5 വർഷം മുന്നേ തട്ടിപ്പോയ എൻ്റെ കൊച്ചച്ഛനെ വരെ ഞാൻ കണ്ടളിയാ, അതും 4K ക്ലാരിറ്റിയിൽ. അന്ന് എന്ത് സാധനമാണാവോ ഞാൻ കുത്തിക്കയറ്റിയത്. അത് വിട്, വൈകിയാണേലും നീ നമ്മുടെ ഫീൽഡിൽ വന്നല്ല. നീ അടിച്ച സാധനത്തിൻ്റെ പേര് പറ. നീ എപ്പം മണാലി എത്തിന്നാ പറഞ്ഞേ? രാവിലെ. എന്താളിയാ ഒരു നെക്ക് ഫീല്? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിനക്ക് ബോധം തെളിയുമ്പോ വീട്ടിലേക്ക് വാ. അളിയാ എടാ ഞാനുണ്ടാ. ഓക്കേടാ. എടാ നിക്കടാ. എന്നാലും ഇവൻ എന്തിനായിരിക്കും വന്നേ? എടാ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ നിന്റെ മാത്രം യാഥാർത്ഥ്യാന്ന്. മറ്റുള്ളവരുടെ ലോകത്ത് ഞാനില്ല. നമ്മുടെ കാഴ്ച അല്ല അവരുടേത്. നീ എന്നെ കണ്ടു എന്ന് പറഞ്ഞു നടന്ന നാട്ടുകാർ നിന്നെ പിടിച്ച് കുതിരോട്ടം ഉണ്ടാവും. ചേടാ, ഇത് വലിയ മെനക്കാടായല്ലോ. ഞാനിവിടെ ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു വിസയ്ക്ക് വേണ്ടി നടക്കുന്നത്, എനക്കത് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് മോക്ഷം നിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, ഈ മോക്ഷം കിട്ടിയിട്ട് മുകളിലേക്ക് പോയാൽ സ്വർഗത്തിൽ അഡ്മിഷൻ കിട്ടുന്നു വല്ല ഉറപ്പുണ്ടാ? എടാ പൊട്ട, സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെ. പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം, പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം, നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഉള്ളൂർ. ലക്ഷണം കണ്ടിട്ട് കാർന്ന് ഇവിടെ തന്നെ കൂടാനുള്ള പരിപാടി. ഫോണിൽ കളിക്കാതെ വേഗം ഇറങ്ങാൻ നോക്ക്. എടാ ഉമേഷേ, നിന്നോട് എത്ര ദിവസമായി ഫോണിൽ പൈസ കയറ്റാൻ പറയുന്നത്? ഓ, ഇനി ഞാൻ എന്നെ പോയിട്ട് കയറ്റണായിരിക്കും. ഇവളാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വിളിക്കൊന്നുമില്ല. ചെയ്തു തരാമേ, ഇനി വർത്തമാനം വന്നാല് പോക്ക് നടക്കൂലാടാ. ഡാ, വൈകുന്നേരം ആ കോഴിക്കൂടെ ഒന്ന് അടിച്ചിടണേ. നീ തിന്നില്ലെങ്കിൽ സാരമില്ല, അവറ്റകൾക്ക് എന്തേലും തിന്നാൻ കൊടുക്കണം. ഇതിങ്ങനെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണ്ട. ഇതുങ്ങളെ പട്ടിണിക്കടാ വയ്യാത്തോണ്ടടാ, അല്ലെങ്കിൽ നിനക്കും കൂടെ വരായിരുന്നു. എൻ്റെ പൊന്നമ്മേ, ഓക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അടുത്ത മാസമല്ലേ. ഇതിപ്പോൾ നിങ്ങൾ വർത്തമാനം കേട്ടൊന്നും ലോകത്തിലെ ആദ്യത്തെ പ്രസവം. എന്നാ ഇത് പിടി. എന്റെ മായത്തിലമ്മേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇവനെ പെണ്ണായി ജനിപ്പിക്കണേ. നിന്റെയൊക്കെ സൂക്കേട് അതോടെ തീരൂടാ. അത് കൊള്ളാലോ, നല്ല വെറൈറ്റി പ്രാർത്ഥന. എന്നാ പിടി. വാ.
ഡേറ്റ് എത്രയെന്ന് പറഞ്ഞേ? വൃശ്ചിക 20. വൃശ്ചിക 20. ആ ഇത് ഇങ്ങനെയാണ് ഈ കളിക്ക് ഞാനില്ലാട്ടാ. നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറയോ? എടാ നീ ചൂടാവല്ലടാ, ഞാൻ ഓർമ്മിക്കട്ടെ. വൃശ്ചികം 20 എന്ന് പറയുമ്പം ഡിസംബർ. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ആ ദേടിയുണ്ട്, കിട്ടിയ വായിക്കട്ടാ. ആ. മുൻ അധ്യാപകനും കരയോഗം പ്രസിഡന്റുമായിരുന്ന മാങ്കുടിയിൽ ഗോപാലകൃഷ്ണൻ നായർ 68 വയസ്സ് അന്തരിച്ചു. സാംസ്കാരിക രംഗത്തും സാഹിത്യരംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന ഗോപാലകൃഷ്ണൻ നായരുടെ വിയോഗത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി. മക്കൾ മോഹൻ നായർ, ഗൾഫ്, കുവൈറ്റ്. ഗീത. മരുമക്കൾ മുരളി, ഉഷ. എടാ 68 വർഷം ജീവിച്ചിട്ട് ഇത് 6 വരുപോലും ഇല്ലടാ. ആ ഇത് വേറെ ഉണ്ടല്ലോ, എന്താ വായിക്കട്ടാ. ആ. സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും മുൻ അധ്യാപകനുമായിരുന്ന ഗോപാലകൃഷ്ണൻ നായർക്ക് നാടിൻ്റെ ആദരാഞ്ജലികൾ. കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെത്തിയ ഇദ്ദേഹം പിന്നീട് വടക്കൻ കേരളം മുഴുവൻ തൻ്റെ കർമ്മമേഖലയാക്കി മാറ്റുകയായിരുന്നു. ഓ, കവിത്വവും നർമ്മവും കൊണ്ട് തൻ്റെ സാഹിത്യ ജീവിതത്തെ അടയാളപ്പെടുത്തിയ ഗോപാലകൃഷ്ണൻ മാഷിൻ്റെ വിയോഗം തീരാ നഷ്ടമാണെന്ന് കവി കുണ്ടംകുഴി വിജയൻ പ്രതികരിച്ചു. ഭാര്യ ഭവാനിയുടെ വിയോഗത്തോടെ പൊതുജീവിതത്തിൽ നിന്നും പതിയെ പിൻവാങ്ങിയെങ്കിലും ഗോപാലകൃഷ്ണൻ നായർ വളാന്തോട് മേഖലയിലെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നുവെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരൻ മൈലാട്ടി കൂട്ടിച്ചേർത്തു. നാളെ എരഞ്ഞിലങ്കോട് കരയോഗത്തിൽ പൊതുദർശനത്തിന് ശേഷം സമുദായ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ സംസ്കാരം നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കൊള്ളാം, ഇതേതോ ഗുരുത്തുള്ളവനാ, എനിക്കിഷ്ടായി. അത് ശരിയാന്ന്. ഇപ്പോൾ പൈസ കൊടുത്താൽ പോലും ഇങ്ങനൊന്നും ആരും എഴുതൂല. ചത്ത് കഴിഞ്ഞിട്ട് ആരും എന്ത് പറഞ്ഞിട്ട് എന്താടാ, ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞാലല്ലേ കാര്യം. നിങ്ങൾ നക്ഷത്രം എന്ന് പറഞ്ഞേ, വാരഫലമുണ്ട്, നോക്കാം. എൻ്റെ നോക്കിയിട്ട് കാര്യമില്ല. എപ്പം നോക്കിയാലും ധനനഷ്ടം, മാനഹാനി. വല്ലപ്പോഴും ഒരു ഇഷ്ടഭക്ഷണ സമൃദ്ധി കിട്ടിയാലായി. ആ എടാ, നീ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഒരു തമ്പാൻ മണിക്കറില്ലേ? തമ്പാൻ മണിക്കറ? ആ, അയാളെ പോയി കണ്ടാലോ? എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. ഏത്? ആ ഉടായിപ്പനാ? ഉടായിപ്പൻ? ആ കളത്താടി? നിങ്ങൾക്ക് എന്താ പ്രാന്താ? ഞാനെന്താവില്ല, നിങ്ങൾ വേണം ഒറ്റക്ക് പോയിക്കോ. അപ്പോൾ സജി, ഈ ഏലസ് കൊണ്ട് മാത്രം ഈ പരിപാടി നടക്കൂല. നീ കുറച്ചും കൂടെ മനസ്സിൽ പിന്നാലെ നടക്കാൻ നോക്കും. ഇതാ ഈ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. ആയിക്കോട്ടെ. എന്നിട്ട് നടന്നിട്ട് ഇങ്ങോട്ട് വാ. ഓ, അപ്പോൾ ദക്ഷിണ ഗൂഗിൾ പേ ചെയ്യാൻ മറക്കണ്ട. ചെയ്യാൻ മണിക്കറേ. പണിക്കറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അതാ പിന്നെ നേരിട്ട് വിളിക്കാതെ പറയാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ഓം ആകർഷണായി നമ. പെണ്ട ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ ഉമേഷേ? പഴയ പോലെയല്ല, ഏലസിനൊക്കെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. എൻ്റെ പണിക്കറേ, ഇത് അതൊന്നും അല്ല, ഇത് വേറൊരു കാര്യത്തിനാണ്. ആ സംഭവം എന്ന് വെച്ചാൽ, ഈ മരിച്ചവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അല്ല, എൻ്റെ ബെല്ലിച്ചിന് എവിടെയോ കറങ്ങി നടക്കുന്നതെന്ന് ബെല്ലിയമ്മക്ക് ചെറിയൊരു ഡൗട്ട്. അതാണോ കാര്യം? ഉദയതി ഭവനേന്ത്യേ മോക്ഷോ ഭവതി. ഉമേഷേ, ഇതൊക്കെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. പിന്നെ കടുപ്പത്ത് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഉച്ചാടനം, ആവാഹനം, പലതരം പാക്കേജ് ഉണ്ട്. ഞാൻ വാട്സപ്പിലിടാം. അതല്ല, ഈ മരിച്ചവര് സ്വപ്നത്തിൽ വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ആരാ കക്ഷി? അത് നമ്മളെ മാങ്കുടിയിലത്തെ ഗോപാലകൃഷ്ണൻ നായരല്ലേ? ഇത് നമ്മുടെ മുൻഷി മാഷാ? ആ, അങ്ങനെ വരാൻ വഴിയില്ലല്ല. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നിങ്ങൾ പേടിപ്പിക്കല പണിക്കറ. നിങ്ങൾ ഈ കബഡി വെച്ചിട്ടൊന്ന് തിരിച്ചു നോക്കിയേ, എന്തെങ്കിലും വൈകിട്ടൊന്നും അറിയാലോ. ആളീ മോക്ഷം കിട്ടാതെ അടങ്ങ് കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ പിടിക്കാലോ നമുക്ക്. പെരുമാളെ ഒന്നറിയാലോ. ഓം ബ്രഹ്മണേ പണ്ട് ഞാൻ വീടിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് അയാൾ കുറച്ച് പൈസ ചോദിച്ചിന്. 5 പൈസ തന്നിട്ടാ മഹാഭാവി. ഇത്രയും നേരം കബഡി ഇരിച്ചിട്ട്
നിങ്ങൾ ഇതാ കണ്ടുപിടിച്ചത്. അതൊന്നുമല്ല ഉമേഷേ. ചില പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ കാണുന്നുണ്ട്. തടസ്സങ്ങൾ നിരവധിയുണ്ട്. തന്നെയല്ല, പുള്ളിക്കാരൻ കവിയും സഞ്ചാരപ്രിയനൊക്കെ ആയതുകൊണ്ട് തെക്കോട്ടൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാവും. ഒരു ചിന്ന വീട് സെറ്റപ്പിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവനെ ഞാൻ ഇന്ന് അല്ലെങ്കിലും ഈ ആളെ മനസ്സിലാക്കുന്നില്ല. ഗോപാൽജി വമ്പം പരാജയാന്നിട്ടാ. പൈസ കൊടുത്താൽ കിട്ടുന്നതായിരുന്നെങ്കിൽ അടുത്ത മാസം ചിട്ടി പിടിച്ചെങ്കിലും സാധനം ഞാൻ റെഡി ആക്കുന്നേ. ഇതിപ്പോ അല്ല, മുകളിലോട്ട് പോയ ആരെങ്കിലും കണ്ടുമുട്ടിയാ ചോദിക്കായിരുന്നു. ഓ, ഒരു പ്രാവശ്യം പോയി ചോദിച്ചതിന് ക്ഷീണിതരെ മാറിയിട്ടില്ലല്ലോ. എടാ, അതിനിപ്പോൾ ഞാനറിയാം അവനിങ്ങനെ ഒഴിവായത്തും പറയുന്നു. ശരിയാ, അവൻ ചോദിച്ചപ്പോൾ പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഭയങ്കര ബാധ്യതയുള്ള സമയമായിരുന്നു. പലപ്പോഴായിട്ട് അവനെ കൊടുത്താലും മറന്നുപോയില്ലേ, വൃത്തികെട്ടവൻ. ആ, അതെല്ലാം വിട്. നമ്മുടെ മായത്തമ്പലത്തിൽ ഉത്സവമാണ്, നാടകങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോകണ്ടേ? ഞാൻ വരുന്നില്ലടാ, നീ വേണേ പോയിക്കോ. ഒരു സുഖം തോന്നുന്നില്ല. ഹലോ, ഭക്തജനങ്ങളെ, വായത്തി ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് വേദിയിൽ തിരുവാതിര അവതരിപ്പിച്ച അടുത്തതായി വേദിയിൽ പുലിക്കടവ് ഗുളികൻ ദേവസ്ഥാന മാതൃസമിതി അംഗം അവതരിപ്പിക്കുന്ന തിരുവാതിര. പരിഹാരക്രിയ നടത്തി ഒഴിപ്പിക്കണം ദുരാത്മാവിനെ. ചേട്ടാ, ഈ തോക്കിന് എത്ര? 50 അല്ലേ? ഈ കൂട്ടി പൈസ തരുവേ. എടാ ഉമേഷ്, ഉമേഷ്,
വാ ഒന്ന് വാടാ. വാ വാടാ. വാടാ. എടാ എനക്കൊന്ന് വീട് വരെ പോണം. നീ എന്നെ കൊണ്ടുപോടാ. പോവാ പോണാ പോവാം. പോവാ പോവാം. ഗോപാൽജി, എന്നാ പിന്നെ തുടങ്ങിക്കോ. എന്ത്? സെൻഡി. എടാ, നീ വിചാരിക്കുന്ന പോലെ ചത്തുപോയാൽ എനിക്ക് ഒരു വിഷമവുമില്ല. കണ്ടില്ലേ, ഞാനില്ലാതെ എൻ്റെ വീട്. എത്ര സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. വേറെ എന്ത് വേണം? ഓ പിന്നെ, എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത്? അതൊന്നുമല്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. എടാ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ആഘോഷപൂർണമായ മരണത്തിന് വേണ്ടിയിട്ടല്ലേ. പിന്നൊരു വിഷമം എന്ന് പറയുന്നത് ഭവാനി. അവൾ നേരത്തെ പോയതാ. മരിച്ചു കിടക്കുമ്പോൾ ആത്മാർത്ഥമായി ഒന്ന് കരയാൻ പോലും ആരുമില്ലാതെ പോയി. പാരിജാതം തെരുമിഴി തുറന്നു പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു. അവളുടെ പാട്ടാ. നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി, നീ മാത്രം എന്തിനുറങ്ങി. എൻ്റെ പൊന്നു ഗോപാൽജി, ഒന്ന് നിർത്തുവോ? ബാക്കി നാളെ പാടാ, അല്ലെങ്കിൽ ഇവിടെ പലതും ഒഴുകൂട്ടാ. ആ ചേച്ചി, ഇല്ല മറന്നിട്ടില്ല. ഒരു അരമണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് എത്തും. നിങ്ങൾ നമ്മളെ സുനിയേട്ടൻ്റെ ഷോപ്പിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സാധനം പോയി എടുത്തോളാം. ഓക്കെ ശരി. ആ ചേച്ചി, കപ്പാസിറ്റർ മാറ്റിയിട്ടുണ്ട്. പിന്നില്ലേ ഇപ്പോഴും ഈ മോട്ടറിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾ ഓണാക്കുന്നത്? അതെ. ആ എടുത്തിട്ട് തോട്ടിലറിന്റെ പുതിയ മോനിച്ചൂടെ പങ്ക്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ മേശേ. ഗൾഫിലൊന്നും വലിയ സാധ്യതയില്ല. ജൈവേട്ടൻ വരാൻ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ 4-5 കൊല്ലം കേൾക്കുന്നു. ആ പിന്നെ ബാത്റൂമിലത്തെ പൈപ്പ് മാറ്റണ്ട, ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ചിന്റെ പൈപ്പ് ബാക്കി വന്നിട്ടുണ്ട്.
ഇത് എനിക്ക് വന്നിട്ട് നോക്കിയിട്ട് എന്നെ മണിച്ചാ പോരെ വെറുതെ കളയാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല ചേച്ചി, ഇത് നമുക്ക് റോഡിന്റെ സൈഡിൽ സെറ്റാക്കാം. എന്നിട്ട് അതിലൊരു ബോർഡും വെക്കാം. എന്തെന്ന്, തോട്ടത്തിൽ രമേച്ചി വക കുടിവെള്ളം. നാട്ടുകാർക്കുള്ള നിങ്ങളെ കുറിച്ച് എന്ത് മതിപ്പുണ്ടാവുന്നറിയോ? അന്നേരം നീ അങ്ങനെ പറഞ്ഞേ. ഇപ്പൊ തോട്ടത്തിൽ നമുക്ക് മതിപ്പൊന്നുമില്ലേ? അത് ഞാൻ കഴിഞ്ഞ വാർഡ് ഇലക്ഷനിൽ തോറ്റാൻ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒന്ന് രണ്ടും നിൽക്കാതെ മറ്റേ പോയിട്ട് മോട്ടർ ഓണാക്കിയേ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതെന്തൊരു സംഭവം, പൈപ്പ് പൊട്ടിക്കുന്ന പശാണ് അറിയാനെ കുറിച്ചിട്ട്. എടാ എടാ, ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടാ. ഉണ്ട്. ഉണ്ട്. സജേട്ടാ, 1.5 മോട്ടറിന് എത്രയാവും? അയ്യോ, ചേച്ചി സെക്കൻഡ് ഹാൻഡ് മതിയാ? ഗോപാൽജിന്റെ ആകെ ഒരു സൈലന്റ് മോഡ്. ഒന്നുമില്ലടാ, നീ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അതിദയനീയമായി പരാജയപ്പെട്ടിട്ട് അതിൽ നിനക്കൊരു വിഷമില്ലാന്ന് വിചാരിക്കുമ്പോൾ അത് എന്റെ വിഷമം. അതാണ് കാര്യം അല്ലേ? ശരിയാക്കി തരാം. ഗോപാൽജി, ഗോപാൽജിക്ക് നീന്താ അറിയോ? പിന്നെ അല്ലെങ്കിലും ആത്മാക്കൾക്ക് അതിന്റെ ആവശ്യമില്ല. എന്തൊരു സുഖടാ. എത്ര കാലം ഇങ്ങനെ കുളിച്ചിട്ട്? ഒരുപാട് കാലം. എടാ, ഒരു 10-15 കൊല്ലം മുമ്പേ ഈ പുഴയിൽ ഒരു ചെക്കൻ മട്ടുണ്ടായിരുന്നു. അന്നിങ്ങനൊന്നല്ല, വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു പോന്നെയാണ്. ഈ ചെക്കിടാമൊന്നും അന്നില്ല. എന്തോ ഭാഗ്യത്തിന് ആ ചെക്കൻ്റെ കാലിൻ്റെ കൈമ കിട്ടി, അല്ലെങ്കിൽ പോയനെ. ഈ കഥ എനിക്ക് നേരത്തെ അറിയാം. എടാ പൊട്ട, ഇത് കഥയല്ല, ഇത് സംഭവിച്ച കാര്യമാണ്. അല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയാ? നമുക്ക് നിങ്ങൾ മോക്ഷക്കാരിൽ നോക്കണ്ടേ? എനക്കിപ്പം വലിയ തിരക്കൊന്നുമില്ല. ഗോപാൽജി, ഈ ഡോൾബി സൗണ്ടിലുള്ള കൂർക്കമ്പലി നിങ്ങൾക്ക് പണ്ടേ ഇല്ലതാ? പിന്നെ നീ ഉറങ്ങുമ്പോൾ ദാസേട്ടൻ്റെ ഗാനമേളയിൽ കേൾക്കുന്നു. ഒന്ന് കിടന്ന് ഉറങ്ങി കേൾക്കാം, ശല്യം ചെയ്യാനായിട്ട്. എടാ ഉമേഷേ, നീ എന്തിനാ ആലോചിക്കുന്നത്? ഞാൻ നിങ്ങളെ മോക്ഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. തേങ്ങാക്കൊലയാണ്. ഗോപാൽജി, ഉച്ചയിൽ വെയിലടിക്കണല്ലേ? അപ്പൊ ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞതല്ലേ? പിന്നല്ലാണ്ട്. രാവിലെ നല്ല എനർജി. നടക്കട്ടെ നടക്കട്ടെ. നീ അത് വിട്, നിന്റെ കാര്യമാണ് വരെയായി. നീ അത് പറ. ഏത് കാര്യങ്ങൾ? മോനെ ഉമേഷേ, നിന്നെക്കാളും വലിയ വേന്ദ്രന്മാരെ പഠിപ്പിച്ചു വിട്ടവനെ ഞാൻ. നിന്റെ വെളിച്ചിലൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട കേട്ടാ. നിങ്ങൾ എന്തിപ്പോ ഇത്? ഏതാ കക്ഷി?
ഏത് കക്ഷി? കുറേ നാളായിട്ട് മനസ്സിൽ കൊണ്ടെടുക്കുന്ന മോഹമാണ്. പക്ഷെ പറയാൻ ഒരു മടി, പേടിയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ആളാരാന്നറിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. എനക്കെന്തിനാ ഇഷ്ടപ്പെടുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടാ പോരെ? അത് നിങ്ങളൊരു കുടുംബത്തിൽ തന്നെയാണ്. എൻ്റെ കുടുംബത്തിലാ? ആ. അതാര്? ഗൗരി. എടാ ആളും തരവും നോക്കണ്ടേ നീ? നെല്ലിയും വിലയും നോക്കണ്ടേ? എടാ ഇങ്ങോട്ടേക്ക്. നീ ആരാന്ന് നിന്റെ വിചാരം? കൂടെ നടന്നിട്ട് ചതിച്ചില്ലടാ നീ. ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കില്ല. ഞാൻ പോന്നു. ഗോപാൽജി ഓടാ. നിക്ക്, ഒരു കാര്യം പറയട്ടെ. ഞാൻ നിൽക്കൂല, പോടാ. കറണ്ട് ഇന്ന് വരും തോന്നില്ല അല്ലേ? എടാ എനിക്ക് വിഷമായോടാ? ഞാൻ എന്തിനു വിഷമിക്കുന്നു? എന്തൊക്കെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞതെന്ന് പിന്നീട് കുറേ നേരം ഞാൻ ആലോചിച്ചു. സ്നേഹം എന്താണെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് മറന്നു. എന്തിന്? മരിച്ചുപോയ കാര്യം പോലും ഞാൻ മറന്നു. എന്തൊക്കെയോ പറഞ്ഞു. ഒരു വയസ്സിൻ്റെ വിവരക്കേടാണെന്ന് കരുതി നീ ക്ഷമിക്കുമോനെ? അതിന് ഗോപാൽജി എന്ത് തെറ്റേത്? സ്വന്തം മരുമോളെ ഒരു ഗതിയില്ലാത്തവൻ പ്രേമിച്ച് നടന്ന ഏതൊരു അമ്മാവൻ ചെയ്യുന്നത് ഗോപാൽജിയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ ഉള്ളിൽ പടഞ്ഞ പെടച്ചിൽ. ഞാൻ എവിടെ പോകാനാടാ? എവിടെ പോയാലും നിന്നെ തേടി വന്നല്ലേ പറ്റൂ. നീ ഇല്ലെങ്കിൽ ഞാനുണ്ടോ? അതൊക്കെ പോട്ടെ. നീ അവളോട് കാര്യം തുറന്ന് പറഞ്ഞില്ല എന്നല്ല പറഞ്ഞ്? പറയാനൊക്കെ കുറേ ശ്രമിച്ചതാ, പക്ഷെ പറ്റിയില്ല. നീ നാളെ തന്നെ പറയണം. നാളെയോ? ഉമേഷേ, സമയം ആർക്കു വേണ്ടിയും കാത്തു വയ്ക്കില്ല. നോക്കി നോക്കി നിൽക്കേ കാലം കടന്നു പോകും. നീ ഇപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ നാളെ നീ വിഷമിക്കും. ജീവിതം തന്നെ ഒരു പരീക്ഷണമല്ലേ ഉമേഷേ? അതുകൊണ്ട് നീ നാളെ തന്നെ പറ. കഞ്ഞുടി. എടുത്തേക്കാ. ആ കുറ്റിക്കോല്. ആ പുറകെ നിർത്താണോ? ആര്? ചേട്ടാ ആളിറങ്ങണ്ടേ? ഉമേഷേട്ടാ, 5 വയസ്സുള്ളപ്പോൾ മുതൽ കാണുന്നതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഈ പ്രേമവും സെറ്റപ്പൊന്നും ഉമേഷേട്ടന് പറ്റൂല കേട്ടോ. ഏതെങ്കിലും ഒരു പെണ്ണൊന്ന് നോ പറഞ്ഞാൽ അത് താങ്കളുടെ കപ്പാസിറ്റി പോലും ഏട്ടനില്ല.
അതുകൊണ്ടൊരു അപേക്ഷയായിട്ട് കാണണം. തൽക്കാലം എന്നേന്നല്ല ഒരു പെണ്ണിനെയും പ്രേമിച്ച് സമയം കളയരുത്. ഓക്കെ? ചേച്ചി, ദേ ഇവിടെ ഒരു പഴംപൊരി കൊടുത്തേക്ക്. ജയാമ്മക്ക് പാർസൽ എടുക്കണോ? നീ എന്താണ് ഇത്ര വൈകിയത്? നല്ലോണം കിട്ടിയല്ലേ? ഓഹോ, അപ്പൊ ഈടിരുന്നോണ്ടെല്ലാം അറിയുന്നുണ്ടല്ലേ? നീ അറിയുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഉമേഷേ. എന്തായാലും നീ അവളോട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. വെറുതെ ഇരുന്ന് എന്നെ പിരിയേറ്റി വിട്ട് ഇപ്പൊ അവളുടെ മുഖത്ത് നോക്കാൻ വരെ പറ്റുന്നില്ല എനിക്ക്. എടാ നീ എന്തിനാടാ ദേഷ്യപ്പെടുന്നു? എടാ പ്രേമിക്കണമെങ്കിലേ കുറച്ച് ക്ഷമാശീലമൊക്കെ വേണം. എന്തായാലും അവള് നിന്റെ ഇഷ്ടമല്ല എന്നും പറഞ്ഞില്ലല്ലോ. ഈ ഉപദേശം പറച്ചിൽ നിർത്തുവോ? കേട്ടിട്ട് തല പെരുക്കുന്ന നിനക്ക്. വേണമെങ്കിൽ ഉള്ളിരിക്കുന്ന ആ കിണ്ടി കൊണ്ടുതരാ, ഒന്ന് പോയി തരോ? गोपाल जी, गोपाल जी, गोपाल जी, गोपाल जी, गोपाल जी, गोपाल जी,
ഇറങ്ങിപ്പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ഈ നാട് മൊത്തം ഇങ്ങനെ തെണ്ടി കിടക്കേണ്ട ആവശ്യമുണ്ടാ? ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങളെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? നിന്റെ അച്ഛന് ഭാഗ്യമില്ലാണ്ടായിപ്പോയി നിന്നെപ്പോലെ ഒരു മകൻ്റെ കൂടെ ജീവിക്കാൻ. വാ വാടാ. എടാ ചിരിക്കടാ ചിരിക്കടാ ചിരിക്ക് ചിരിക്ക്. ഇനി എന്നെ വിട്ടു ഈണങ്ങൾ പാടാൻ മറന്നേ. താരങ്ങൾ പൂത്തുലഞ്ഞേ പാരാകെ നീളേ. കാതങ്ങൾ പോയി മറഞ്ഞേ കൺചിമ്മും പോലെ. ഓളങ്ങൾ കാതിൽ ചൊല്ലും തേൻമൊഴിയിൽ നിറയെ മനമോ രാവേതോ തെന്നൽ പോലെ പോയി മറയും പകലിൻ താഴ്വരയിൽ ആരും കാണാതെ നീ മെല്ലെ മൊഴിഞ്ഞതും കാണാ തീരത്തു നാം എങ്ങു മറഞ്ഞതും നെഞ്ചിൻ താളമായി കണ്ണിൽ നാളമായി താരങ്ങൾ പൂത്തുലഞ്ഞേ പാരാകെ നീളേ. ഏട്ടാ ഇത് വെക്കുന്നേ. ചേച്ചി എന്താടാ? അമ്മ അവളുടെ അടുത്തേക്ക് പോയിട്ടുള്ളത് 2 ദിവസം കഴിയും വരാൻ വേണ്ടി. ഹലോ ആ അമ്മേ അഡ്മിറ്റ് ആക്കിയോളാ. അതെയാ അപ്പം ഞാൻ എന്നാ പെട്ടെന്ന് വരാം. എന്നാൽ വൈകുന്നേരം വരെ അച്ഛനോട് നിന്നിട്ട് നിൽക്കാൻ പറയാം. ആ ഓൻ വന്നിട്ട് നിൽക്കൂപ്പാ. ലേബർ റൂമിലേക്ക് മാറ്റിയാ നിന്ന് സ്ലോ മോഷൻ കളിക്കാതെ വാ ഗോപാൽജി. എടാ നിക്കടാ. എടാ കുറെ ദൂരം പോകാനല്ലേ, നമുക്ക് ബസ്സിന് പോയാ പോരെ? ഇത്ര നല്ല വണ്ടി ഉണ്ടാവുമ്പളാ ബസ്. എടാ ഈ ചടാക്കിൽ കയറി ഇരുന്ന നടുവേനെടുക്കൂടാ. പാവങ്ങളെ വണ്ടീനെ എങ്ങനെ കൊച്ചാക്കലട്ടാ ഗോപാൽജി. നല്ല ഐശ്വര്യം.
ഇറങ്ങ്. ഞാൻ നേരം പോയിട്ട് കേട്ടാ. ഉമേഷേ, എടാ ഉമേഷേ, ഉമേഷ്. ഗോപാൽജി, ആ, ഈ പെൺകുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു പേര് പറഞ്ഞേ. പെൺകുട്ടിയാണല്ലേ? നല്ലൊരു പേരുണ്ട്. പറ. പത്മിനി. അയ്യേ, ഇതിന്റെ 80s മോഡൽ പേരാ. ഓ, നിങ്ങളെ ഭാര്യയുടെ പേരായിരിക്കും അല്ലേ? ഭാര്യയുടേതല്ല. ശരിയാണല്ലോ, അത് ഭവാനി ചേച്ചിയാണല്ലോ. അന്ന് ഗൗരിയുടെ കാര്യത്തിൽ നിങ്ങളെ ഉപദേശം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾക്കൊരു തേഞ്ഞ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. തേഞ്ഞതും മാഞ്ഞതൊന്നല്ലടാ, ഓർമ്മകളായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവൾക്ക്, പത്മിനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും സ്കൂളിൻ്റെ വരാന്തകളിൽ അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനൊരു ഭീരുവായതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട അവളോട് പറഞ്ഞതുമില്ല, പിന്നീട് അവളോട് കണ്ടതുമില്ല. എടാ ഭീകരാ, ഇതെങ്ങും ഭവാനി ചേച്ചി അറിയണമായിരുന്നു, നിങ്ങളെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാനെ. പാവം, അടുത്ത ജന്മമെങ്കിലും പത്മിനിക്കൊരവസരം കൊടുക്കാല്ലേ? അയ്യടാ, വെള്ളയും വെള്ളം ഇട്ടിരിക്കുന്നുണ്ടല്ലേ, കള്ള കാമുകൻ.
അഡ്രസ്സും ഡീറ്റെയിൽസും ഇവിടെ ഇല്ല. ഞാൻ രാജുവേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആള് തപ്പിയെടുക്കാന്നാ പറഞ്ഞത്. തപ്പി നോക്കിയിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. വർഷത്തിലായില്ലേ. ഈ പുസ്തകം ഓർമ്മയുണ്ടോ നോക്കി. ഹലോ, ആ ചേട്ടാ, പറഞ്ഞോ. കിട്ടിയോ? ഒരു മിനിറ്റ്. ആ പറഞ്ഞോ ചേട്ടാ. ആ ആ ശരി ചേട്ടാ, ശരി. താങ്ക് യു, ശരി. ആ ഗോപാൽജി, ആടെന്തോ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, കാണാൻ പോന്നാ? സിനിമയൊക്കെ കണ്ടു നടന്ന കാലമൊക്കെ പോയില്ലടാ. നമ്മൾ ശരിക്കും എന്തിനാ ഇത്രയും ദൂരം വന്നത്? ചാൻസ് ചോദിക്കാനാ? അല്ല, നിങ്ങൾ ആ പഴയ 9ാം ക്ലാസ്സുകാരില്ലേ, ആളൊരു 4 വർഷം മുമ്പ് സ്കൂളിലേക്ക് വിളിച്ചിരുന്നു. എന്തോ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിക്ക് വേണ്ടിയിട്ടാണ്. രാജീവേട്ടൻ അഡ്രസ്സ് തപ്പി വെച്ചിട്ടുണ്ട്. ആളിപ്പോൾ മുംബൈയിലാണ് താമസം. നമുക്ക് മുംബൈക്ക് പോകണ്ടേ? പോവാം. लंबी ये राह है हमको यूं लेकर किस और यारा चलने लगी, दिल भी पतंग सी बन के यूं कैसे नीले गगन में उड़ने लगी. എടാ, നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്? വർഷങ്ങൾ ഇത്രയായില്ലേ. എടാ, അവൾ ഓർക്കുന്നുണ്ടാവും. എൻ്റെ ഗോപാൽജി, അതിനുള്ള വഴിയില്ല ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരെ അവിടെ പോകുന്നു, ആളെ കണ്ടെത്തുന്നു, സംഭവം പറയുന്നു, സെറ്റ്. ആ
पतंग सी बन गई कैसे नीले गगन में उड़ने लगी। जीवन की राह अनजान है, सपनों की बाहें थामे चले। कितनी सुंदर तेरी गलियां, कितनी सुंदर तेरी गलियां, उजला करे मन को आशा की किरणें। तुझ बिन दिल का आंगन सूना, तुझ बिन दिल का आंगन सूना, तन्हाए रहना। ढूंढे तुझे नैना, बन गया हूँ मैं एक पहेली, तू ही उसे सुलझा। लंबी ये राह है हमको यूं लेकर, किस और यारा चलने लगी। दिल भी पतंग सी बन गई कैसे नीले गगन में उड़ने लगी। जीवन के राह अनजान है, सपनों की बाहें थामे चले, थामे चले, थामे चले। ഒരു 10-30 വർഷമായിട്ട് ആളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ചിലർക്കെല്ലാം അവരെ അറിയാം. എന്തോ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് ഇവിടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഇരിക്കാം, നീ പോയി കണ്ടിട്ടോ. എൻ്റെ പൊന്നു ഗോപാൽജി, ഇത് തന്നെ ആ പഴയ 10ാം ക്ലാസ്സിൽ കാണിച്ചേട്ടാ. നിങ്ങളൊന്നും മിണ്ടാതെ വന്നേ. എടാ അതല്ലടാ, കാണണമെങ്കിൽ അത് എപ്പോഴേ ആകാമായിരുന്നു. അവൾ എവിടെയോ സുഖമായിട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ ഒരു സുഖം. നേരെ കാണുമ്പോൾ മറിച്ചാണെങ്കിൽ വേണ്ട, നീ പോയിട്ടോ. എന്തായാലും ഇതിൻ്റെ പേരിൽ തർക്കം വേണ്ട, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഉമേഷേ, പെട്ടെന്ന് വരണേ.
യെസ്. I can manage it. ठीक है? अरे मेरे हिंद सर मत करो यार. हाँ, वो तो मेरे गांव से आया है. ठीक है. स्कूल में मिलते हैं. ठीक है? ओके. രാവിലെ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സ്കൂളിലെ കുട്ടികളുടെ കൂടെയാ. വീട് കണ്ടുപിടിച്ച് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ഭാഷ അറിയാത്തതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്യട്ടെ? ഇവിടെ കേരള ഹോട്ടൽസിന് കുറവൊന്നുമില്ല. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. എന്നോ ഉമേഷ് വന്ന കാര്യം പറഞ്ഞോളൂ. സ്കൂളിന് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? ഫണ്ട് റൈസിംഗ് ആണെങ്കിൽ ചെറിയ സ്കെയിലിൽ അയക്കാൻ മാനേജ്. ഇനി അതല്ല വലിയ ടാർഗറ്റ് ആണെങ്കിൽ ഞാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. സ്കൂളിലെ പഴയ കുറച്ച് ക്ലാസ്മേറ്റ്സിനെ ഒരു 5-6 വർഷം മുമ്പ് വരെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ആരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനെയും ഇങ്ങനെ നേരിട്ട് പോയി കാണുന്നുണ്ടോ? പക്ഷേ ഹിമാലയൻ എഫേർട്ടല്ലേ? സത്യത്തിൽ ഞാൻ വന്ന സ്കൂളിന് വേണ്ടിയിട്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു 10ാം ക്ലാസ്സുകാരന് വേണ്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കുട്ടി. പഴയൊരു ഗോപാലകൃഷ്ണൻ നായർ ഓർമ്മയുണ്ടോ? മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തിലെ 59ാമത്തെ പേജ് അത് നിങ്ങൾക്കുള്ളതാണ്. ഓമലേ ഇന്നു നിൻ പുഞ്ചിരിയൻ നിഴൽ നീ അറിയാതരികെ നിറയും. ഓമലേ ഇന്നു നിൻ പുഞ്ചിരിയൻ നിഴൽ നീ അറിയാതരികെ നിറയും. പിരിയും സന്ധ്യ തൻ വേദനയോ സുഖം നീരജനീ പകലായി ഞാനും. ഓമലേ ഇന്നു നിൻ പുഞ്ചിരിയൻ നിഴൽ നീ അറിയാതരികെ നിറയും. ഓമലേ ഇന്നു നിൻ പുഞ്ചിരിയൻ നിഴൽ നീ അറിയാതരികെ നിറയും. ഉടലുകളേതോ മുരളിക പാടും പൊഴിയുവാനിനി വരാ മഴയുടെ ഈണം. ഇനിയൊരു ജന്മത്തിൻ പഴയൊരു പ്രണയം മൊഴിയാം അല്പം പരിഭവമായി. ഓമലേ ഇന്നു നിൻ പുഞ്ചിരിയൻ നിഴൽ നീ അറിയാതരികെ നിറയും. നിറമേഴും നിൻ മുഖം മുറിവേഴുമെൻ മനം പൊഴിയുവതേ നോവിൻ ഗാനം.
എനിക്കൊന്ന് കാണാൻ പറ്റുമോ അദ്ദേഹത്തെ? इनका रिश्ता क्या है आपसे?